പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 22-ാം വാക്യം, നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൽ വ്യാപരിച്ച അതേ മഹത്വം കർത്താവ് നമുക്ക് തന്നു. മറ്റ് ക്വാളിറ്റിയിലുള്ള കുറഞ്ഞ ഒരു മഹത്വമല്ല, അതേ മഹത്വം. യേശു കർത്താവ് പിതാവിനോട് പറയുന്നു, പിതാവേ, നീ എനിക്ക് തന്ന മഹത്വം അതേ മഹത്വമാണ് ഞാൻ നീ എനിക്ക് തന്ന നിൻ്റെ മക്കളാകുന്ന ഈ ലോകത്തിലെ ജനങ്ങൾക്ക് കൊടുത്തത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആ മഹത്വമാണ് ഏദൻ പർദീസയിൽ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത്. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് വേദപുസ്തകം നമ്മളോട് പറയുമ്പോൾ, മനുഷ്യൻ നഷ്ടപ്പെടുത്തിയ അതേ തേജസ്സിനെ ഈ ഭൂമിയിൽ യേശു നമുക്ക് തന്നു. യേശുവിലൂടെ ദൈവം നമ്മെ മഹത്വവും തേജസ്സും അണിയിച്ചു. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ മേൽ വന്നപ്പോൾ അത് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റി. ഈ ലോകത്തിൽ നമ്മെ വ്യത്യസ്തരാക്കി മാറ്റി. ലോകത്തിലെ മറ്റു മനുഷ്യരെക്കാട്ടിലും മറ്റു ജനത്തെക്കാട്ടിലും വ്യത്യസ്തരാക്കി മാറ്റിയത് ദൈവത്തിൻ്റെ മഹത്വം അത്രേ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലേ, നാം എങ്ങനെയാണ് വ്യത്യസ്തരായി തീർന്നത്? ഒന്നാമത്തേത്, ദൈവമഹത്വം നമ്മിൽ വ്യാപരിച്ചതുകൊണ്ടാണ്. ദൈവമഹത്വം നമ്മുടെ ഈ മർത്യ ശരീരങ്ങളിലേക്ക് വന്നപ്പോൾ ഒരു യോഗ്യതയും ഇല്ലാത്ത, ഒരു ഗുണവും പറയാനില്ലാത്ത, ഒന്നും പുകഴാനില്ലാത്ത ഈ ശരീരത്തിന്മേൽ ദൈവമഹത്വം ഇറങ്ങി വന്നപ്പോൾ നാം വ്യത്യസ്തരായി മാറി. നിങ്ങൾക്കറിയാമല്ലോ, ഹല്ലേലൂയ, മോശ കണ്ട മുൾപടർപ്പിൻ്റെ പ്രത്യേകത, ആ മുൾപടർപ്പിൽ തീയുണ്ട്, എന്നാൽ തീയോടുകൂടെ പടർപ്പ് വെന്തു പോകാതിരുന്നതാ. ഹല്ലേലൂയ, അതിനെ വ്യത്യസ്തരാക്കി മാറ്റിയത്. അല്ലെങ്കിൽ മരുഭൂമിയിൽ മുൾപടർപ്പ് കത്തുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു, എന്നാൽ ഒരു അസാധാരണ കാഴ്ചയാക്കി മാറ്റിയത് അവിടെ ഇറങ്ങിയ തീ. ആ മുൾപടർപ്പിൽ കത്തുന്നു എന്നല്ലാതെ അത് മുൾപടർപ്പിനെ തിന്നുകളയുന്നില്ല, മുൾപടർപ്പിനെ ഇല്ലാതാക്കുന്നില്ല, അത് എരിഞ്ഞ് അടങ്ങുന്നില്ല. മുൾപടർപ്പ് കത്താതെ അവിടെ തീ കത്തിക്കണ്ടതത്രേ വ്യത്യസ്തരാക്കി മാറ്റിയത്. ഇന്ന് പ്രഭാതത്തിലും ദൈവ തേജസ്സിൻ്റെ പ്രത്യേകത അങ്ങനെ. ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ ഇറങ്ങി വരുമ്പോൾ ആ തേജസ്സിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ തേജസ് നമ്മെ ദഹിപ്പിച്ച് കളയാതെ ആ തേജസ് നമ്മെ വ്യത്യസ്തരാക്കി മാറ്റും. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ലോകം നമ്മെ ശ്രദ്ധിക്കാൻ കാരണം നമ്മിലെ ദൈവ തേജസ്സാ. ലോകം നമ്മെ വ്യത്യസ്തരായി കാണാൻ കാരണം ദൈവം തൻ്റെ മഹത്വം കൊണ്ട് നമ്മളെ അണിയിച്ചത് കൊണ്ടാണ്. നമ്മുടെ കൂട്ടുകാരുടെ മുമ്പാകെ, കുടുംബക്കാരുടെ മുമ്പാകെ, ദേശക്കാരുടെ മുമ്പാകെ നമ്മെ അങ്ങനെയാണ് ദൈവം വ്യത്യസ്തരാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നിങ്ങളൊരു പ്രത്യേക ജനമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നിങ്ങളെ വിളിച്ച് വേർതിരിച്ചപ്പോൾ ലോകം നിങ്ങളെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളിലൂടെ ദൈവത്തിന് ചിലത് ചെയ്തെടുക്കാറുണ്ട്. അതുകൊണ്ട് ദൈവം തൻ്റെ മഹത്വം നമ്മിലേക്ക് പകർന്നു. യോഗ്യതയില്ലാത്ത മനുഷ്യനെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കി തീർക്കാൻ ദൈവ മഹത്വം നമ്മിലേക്ക് അണിയിച്ചു. 2, ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം നമ്മിൽ വന്നപ്പോൾ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും വ്യത്യാസം വന്നു. നമ്മെ ലോകം ശ്രദ്ധിക്കുക മാത്രമല്ല, നമ്മുടെ വില കൂടി. ഹല്ലേലൂയ. ദൈവം പറയുന്നു, ഈ മഹത്വം വന്നതുകൊണ്ടാണ് പിതാവും ഞാനും ഒന്നായതുപോലെ നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് ഒന്നാക്കി മാറ്റി. നിങ്ങൾ ദൈവത്തോട് ചേർക്കപ്പെട്ടു. അതാ ഏറ്റവും വലിയ കാര്യം. നാം അന്യരും പരദേശികളുമല്ല, നാം ദൂരത്തിരിക്കുന്ന മനുഷ്യരല്ല, നമ്മെ സമീപസ്ഥരാക്കി മാറ്റി. ഈ തേജസ്, ഈ ദൈവത്തിൻ്റെ മഹത്വം നമ്മെ ദൈവത്തോട് ചേർത്ത് വെച്ചു. ഹല്ലേലൂയ. ഇനി നമ്മെ വ്യത്യസ്തരാക്കി നമ്മളെ മാറ്റിവെക്കാൻ പറ്റത്തില്ല. നാം ദൈവത്തോട് ചേർന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ ഈ പ്രാർത്ഥനയിൽ കർത്താവ് പറയുന്നത്, പിതാവേ, നാം തമ്മിൽ ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നാകേണ്ടതിന് അത്രയും ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇവരിലേക്ക് ഞാൻ പകർന്നത് അങ്ങ് തന്ന മഹത്വമാണ്. അതേ മഹത്വം ഞാൻ ഇവരിലേക്ക് പകർന്നു. ഇനി ഇവരെ വ്യത്യസ്തരായി, ലോകത്തിൻ്റെ നടുവിൽ ഇവർ വ്യത്യസ്തരായിരിക്കും, എന്നാൽ ദൈവമുമ്പാകെ ഇവർ അന്യരും പരദേശികളുമല്ല.
ഇത് കർത്താവിനോട് സാദൃശ്യമുള്ളവരത്രേ. അതുകൊണ്ട് യോഹന്നാൻ്റെ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, പ്രിയരെ ഹല്ലേലൂയ, ദൈവമക്കളെന്ന് വിളിക്കപ്പെടാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെപ്പോലെ ആകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോടെ നാം അനുരൂപരാകും. നാം ദൈവത്തിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകും. ദൈവത്തിൻ്റെ സ്വഭാവം മഹത്വത്തിൽ പൊതിഞ്ഞിരിക്കുന്നത് അത്രേ. അതേ മഹത്വം നമ്മിലേക്ക് പകർന്നപ്പോൾ നമ്മയും ദൈവപുത്രന്മാരാക്കി മാറ്റി, കർത്താവിൻ്റെ പ്രിയ മക്കളാക്കി മാറ്റി, ഒരുപോലെ ആക്കി തീർക്കും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലേ, നമുക്ക് മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സ്വർഗീയമായ രഹസ്യവും മർമ്മവും അതത്രേ. ദൈവം തൻ്റെ മഹത്വം തൻ്റെ പുത്രൻ്റെ മേൽ കൊടുത്ത അതേ മഹത്വം ഇന്ന് പകൽക്കാലവും ദൈവസഭയായ നമ്മിൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ഒന്നാമത് നാം ചിന്തിക്കുന്നത്, നാം ലോകത്തിൽ നാം വ്യത്യസ്തരാ, ലോകത്തിൽ നാം ശ്രദ്ധിക്കപ്പെടുന്നവരാ, ലോകത്തെ നാം കീഴ്മേൽ മറിക്കുന്നവരാ, ലോകത്തിൽ നാം ഹല്ലേലൂയ വ്യത്യസ്തരായി നാം ഹല്ലേലൂയ ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി ദൈവം നമ്മെ വെളിപ്പെടുത്തും. ഒന്ന്. രണ്ട്, ദൈവത്തിൻ്റെ മുമ്പാകെ നാം വ്യത്യസ്തരല്ല, നാം ദൈവത്തോട് ഒന്നത്രേ, ദൈവത്തോട് ചേർന്നിരിക്കുന്നവരത്രേ, ദൈവത്തോട് പറ്റിയിരിക്കുന്നവരത്രേ. നമ്മെ വ്യത്യസ്തരാക്കി അവിടെ വെച്ച് നമ്മളെ പിളർക്കാൻ പറ്റത്തില്ല. ലോകത്തിൽ നാം വ്യത്യസ്തരായി മാറുമ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവമക്കളായി, കർത്താവിനോട് സാദൃശ്യമുള്ളവരായി, കർത്താവിനോട് ചേർന്നിരിക്കുന്നവരാക്കി ദൈവം നമ്മെ മാറ്റും. നമ്മുടെ നിലയും വിലയും ദൈവം മാറ്റും. ഈ കർത്താവ് ഇന്ന് പകൽക്കാലവും വിശ്വസ്തന. ഒറ്റ കാര്യം ചെയ്താൽ മതി, ദൈവം തന്ന നാമത്തെ സ്വീകരിക്കുക, അവൻ്റെ നാമത്തെ കൈക്കൊള്ളുക. രണ്ട്, അവൻ തന്ന വചനത്തെ പ്രമാണിക്കുക. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ കൊടുത്ത വചനത്തെ ഇവർ പ്രമാണിച്ചു, നീ തന്ന നാമത്തെ ഇവർ കൈക്കൊണ്ടു. ഇന്ന് പകൽക്കാലം യേശുവിനെ രക്ഷിതാവായി നമുക്ക് സ്വീകരിച്ച് ഹല്ലേലൂയ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും അത് സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു എൻ്റെ രക്ഷിതാവെന്ന് ഏറ്റുപറഞ്ഞ് വചനത്തെ, യേശുവിനെ ഹല്ലേലൂയ കൈക്കൊണ്ട് അവൻ്റെ വചനത്തെ ഒന്ന് പ്രമാണിച്ചാട്ട് അവൻ തൻ്റെ മഹത്വം നമ്മെ അണിയിക്കും, തൻ്റെ തേജസ് കൊണ്ട് നമ്മെ അലങ്കരിക്കും, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ, ആമീൻ.